നമ്മളെപ്പോലെയുള്ള ആളുകൾ അമ്പലത്തിലൊന്നും അധികം പോവാറില്ലെങ്കിലും മലേഷ്യയിൽ വന്നു കഴിഞ്ഞാൽ എന്തായാലും ബത്തു കേവ്സിൽ പോകണം. ഇവിടെ നമുക്ക് കാണാനും അറിയാനും ചില കാര്യങ്ങളും അത്ഭുതങ്ങളൊക്കെ ഉണ്ട്. അതിൽ ആദ്യത്തേതാണ് 43 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വലിയ മുരുകൻ്റെ പ്രതിമ എന്നറിയപ്പെടുന്ന ഈ പ്രതിമ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ബത്തു കേവ്സിനെ കുറിച്ച് ഞാൻ ശേഖരിച്ച ചില ഇൻഫർമേഷൻസും അവിടെ നിന്ന് കിട്ടിയ ചില ഫുട്ടേജസും ആയിരിക്കും. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളല്ലാതെ ഒരുപാട് ജോഗ്രഫിക്കലും ഹിസ്റ്റോറിക്കലുമായ കാര്യങ്ങൾ ഈ സ്ഥലത്തിനുണ്ട്. പക്ഷേ അതൊന്നും എനിക്കറിയാത്തതുകൊണ്ട് തൽക്കാലം എനിക്കറിയുന്ന കാര്യങ്ങൾ മാത്രം നമുക്കിവിടെ പറയാം. സോ ലെറ്റ്സ് ഡൈവ് ഇൻ ടു ദ വീഡിയോ. ബത്തു കേവ്സിന് 400 മില്യൺ വർഷത്തിലധികം പഴക്കമുണ്ട് എന്നാണ് പറയപ്പെട്ടു വരുന്നത്. 1940കളിലാണ് ഈ സ്റ്റെയർ കേസ് കോൺക്രീറ്റ് ചെയ്യപ്പെടുന്നത്. അതിനു മുന്നേ ഇതെല്ലാം മരത്തടികൾ കൊണ്ടുണ്ടാക്കിയ പടിക്കെട്ടുകളായിരുന്നു. വീണ്ടും 2018 ഈ കാണുന്ന സ്റ്റെയർ കേസുകളെല്ലാം റെയിൻബോ കളറിലോട്ട് റീപെയിന്റ് ചെയ്യപ്പെടുകയായിരുന്നു. $292 സ്റ്റെപ്സ് കയറി മേളിലെത്തുമ്പോഴാണ് നമുക്ക് ബത്തു കേവ്സ് ഒന്ന് പ്രോപ്പറായിട്ട് വിസിബിൾ ആവുന്നത്. ചുറ്റിലും കാണുന്ന ഈ ലൈംസ്റ്റോൺ മൗണ്ടെയിൻ കാത്തഡ്രൽ കേവ് അല്ലെങ്കിൽ ടെമ്പിൾ കേവ് എന്നാണ് അറിയപ്പെടുന്നത്. ബത്തു കേവ്സിൽ 2 വട്ടം വന്നിട്ടുണ്ടെങ്കിലും അത് 2 പ്രാവശ്യം തൈപ്പൂസം ഉത്സവത്തിൻ്റെ സമയത്തായിരുന്നു. ഇപ്പോഴാണ് ആദ്യമായിട്ട് കുറച്ച് റിലാക്സ് ആയിട്ട് തിരക്കൊന്നും ഇല്ലാതെ ഒന്ന് നന്നായിട്ട് കാണാൻ പറ്റിയ പോലെ ഇന്നാണ് ആദ്യമായിട്ട് വരുന്നത്. ദിവസവും ആയിരക്കണക്കിന് ആളുകളാണ് ബത്തു കേവ്സ് സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ തൈപ്പൂസത്തിൻ്റെ സമയത്തുള്ള തിരക്ക് ഇങ്ങനെയൊന്നും ആയിരിക്കില്ല. എല്ലാ വർഷവും ഫെബ്രുവരിയിലാണ് തൈപ്പൂസം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വർഷത്തെ തൈപ്പൂസത്തിന് 1.1 മില്യൺ ആളുകൾ എത്തിയിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഈ മുരുകൻ്റെ ഈ അമ്പലം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിനെയാണ് കാത്തഡ്രൽ കേവ് അല്ലെങ്കിൽ ടെമ്പിൾ കേവ് എന്നൊക്കെ പറയുന്നത്.
അപ്പോൾ ഇതുവരെ പറഞ്ഞതൊക്കെയാണ് ബത്തു കേവ്സിനെ കുറിച്ച് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ. അറിയാനുള്ള കാര്യങ്ങൾ ഇനിയും ഒരുപാടുണ്ട്, പക്ഷെ കാണാനുള്ളതൊക്കെ ഏകദേശം നമ്മൾ കണ്ടു. ഇനി നമ്മൾ തിരിച്ച് താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്കുള്ള ചില കാഴ്ചകൾ കൂടെ നമുക്കിതിൽ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഈ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഗുഡ് ബൈ.